എക്സ്ക്ലൂസീവ് പറഞ്ഞില്ലേ? എന്താ ക്വസ്റ്റ്യൻ? അടിപൊളിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. കരഞ്ഞതോ? അയ്യോ, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ബാക്കിൽ നിങ്ങളുടെയൊക്കെ ക്യാമറക്കാരൻ, നിങ്ങൾ അഭിക്കറിയാം, ഇവിടെ അന്നയ്ക്കറിയാം, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പം ഞാൻ ഭയങ്കര ഇമോഷണലാവും. ഇവിടെ അപ്പുറത്തെ ഞാൻ നല്ല കരച്ചിലായിരുന്നു. പക്ഷെ നിങ്ങളെ കാണാതെ ശ്രദ്ധിച്ചു. ശരിയാണോ ബ്രോ? അല്ല ശരിയാണോ? ശരി, അന്നേ ശരിയല്ലേ? നിങ്ങൾ അബീന്റെ അടുത്ത് ചോദിച്ചു. നല്ല ഫുഡാണ്, നല്ല പായസമായിരുന്നു. നിങ്ങൾ കഴിച്ചില്ല അല്ലേ? പായസം നല്ല തനിമയുടെ ബോളിയും പായസം പഠിപ്പിച്ചായിരുന്നല്ലേ? പഠിപ്പിച്ചാണോ? അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്റെ പാതിയിൽ എന്തിനാ നിർത്തി? ഈ പാതിനെ കൊണ്ടുവന്നത് ഇങ്ങനെ കരഞ്ഞ് വീട് പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യനെ പറഞ്ഞതാ. എന്തിനാ കൊണ്ടുവന്നേന്നാ? അല്ല, അവൻ ഐശ്വര്യ കല്യാണം വിളിച്ചിട്ടുള്ളതാ. ഐശ്വര്യ കാണാൻ വന്നത്, ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഹായ് അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദ്യം? നിങ്ങൾക്ക് എന്തെങ്കിലും കുനിഷ്ട ചോദ്യം ഉണ്ടാവട്ടാണല്ലോ? ഇല്ലേ, പഠിച്ചില്ല. ഇല്ല ഏട്ടാ, ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളെ തുടങ്ങാൻ. സത്യം പറയുന്നത് തുടങ്ങിയോ? നീ തുടങ്ങിയോ? അപ്പൊ പോയിക്കോട്ടെ. താങ്ക് യു. എന്റെ പുതിയ പടം റിലീസിംഗ് ആണ്, കനകരാജ്യം. ഈ വരുന്ന ജൂലൈ 5-ാം തീയതി. എല്ലാരും കാണണം. കാണൂലേ? ഇവിടെ നിനക്കൊരു താല്പര്യമില്ല എന്റെ പടം റിലീസ്? ഒരു താല്പര്യമില്ല അത്. അപ്പൊ എല്ലാരും പോയി കാണണം കേട്ടോ. പുതിയത് പടം 2 റിലീസ് ചെയ്യാനുണ്ട്. ഒന്ന് സൂപ്പർ സിന്ദഗി, ഒന്ന് കനകരാജ്യം. പിന്നെ ഒരു പടം ഡീറ്റെയിൽ പിന്നെ പറയാം, അതാണ് നല്ലത്. നീ പറയാം. ഓ അല്ല, എന്നിട്ട് പറഞ്ഞിട്ട് റിലീസ് ആയില്ലെങ്കിൽ നടക്കണത്. കല്യാണം അടിപൊളിയായിരുന്നു, സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. ഐശ്വര്യം ചേട്ടനും ആശംസകൾ, എല്ലാവിധ വിവാഹ മംഗളാശംസകളും. സുമേഷ് ചേട്ടാ, സുമേഷ് ചേട്ടാ ഇവര് വിളിക്കുന്നു, വാ. എന്തായാലും നമുക്ക് നല്ലൊരു ഭാവി. ഇറങ്ങിക്കോട്ടെ. നമ്മളിനി കുറേ നേരം നിങ്ങൾ കാണും.